Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3-dimensional geometry എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഫസ്റ്റ് പാർട്ടാണ്. സോ ഇതിൽ ജസ്റ്റ് ലൈൻസ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പ്ലെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ളെല്ലാം സെക്കൻഡ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇതുപോലെ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബേസിക് ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ കൊസൈൻസ്, ഡയറക്ഷൻ റേഷ്യോസ്, പിന്നെ അത് മാത്രമല്ല ലൈൻ ഓഫ് അതായത് ഇക്വേഷൻ ഓഫ് എ ലൈൻ, then angle between two lines, then shortest distance between skew lines. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെയാണ് ഈ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ് us start. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ നമുക്ക് 3-dimensional geometry എന്ന് പറഞ്ഞാൽ ഈ 3D എന്നൊക്കെ പറയുന്നത് ബേസിക്കലി നമ്മൾ സ്പേസ് റിലേറ്റഡ്, അതായത് എപ്പോഴും നമ്മൾ XYZ കോർഡിനേറ്റ്സ്, അതായത് ഈ ട്രിപ്പിൾ കോർഡിനേറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 3-dimensional സ്പേസ് മെൻഷൻ ചെയ്യാറ് അല്ലെ. അപ്പൊ നോർമലി നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ ലൈൻ അല്ലെങ്കിൽ പ്ലെയിൻസ്, ഷേപ്സ്, ഇപ്പൊ ഷേപ്സ് എന്നൊക്കെ പറയുമ്പോൾ ഡിഫറെന്റ് ഷേപ്സ്, ഇപ്പൊ സ്ഫിയേഴ്സ്, എലിപ്സ്, ഹൈപ്പർബോള എക്സെട്ര. അപ്പൊ അതിന്റെ എല്ലാം ഇതേപോലെ അതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ അല്ലെങ്കിൽ ലൈനിന്റെ ഈ പറയുന്ന ഓബ്ജക്ട്സിന്റെ ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് ആണെങ്കിലും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ ഒക്കെ ഇതേപോലെ XYZ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ആക്സസ് ടേംസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ പറയുന്ന 3-dimensional geometry അല്ലെങ്കിൽ 3-dimensional സ്പേസിലാണ്. ഓക്കെ, so basically 3-dimensional geometry എന്ന് പറയുന്നത് എന്താ? It is a branch of mathematics that studies objects in 3-dimensional space. അപ്പോൾ ഈ 3-dimensional സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓർഡേർഡ് ട്രിപ്ലെറ്റ്സ്, അതായത് XYZ ഈ ആക്സസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സിൽ നമ്മൾ ഈ പറയുന്ന ഓബ്ജക്ട്സിന്റെ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3-dimensional geometry നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈൻസ്, പ്ലെയിൻസ്, ഷേപ്സ് ലൈക്ക് ക്യൂബ്സ്, സ്ഫിയേഴ്സ്, കോൺസ്, ഇപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ ഓബ്ജക്ട്സ് എല്ലാം ഇതിൽ ഈ പറഞ്ഞതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ ഇനി ഇത് കുറച്ച് റിലേറ്റഡ് പാരാമീറ്റേഴ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ഷൻ കൊസൈൻസ്. ഇഫ് എ നോൺ സീറോ വെക്ടർ ആർ ഓർ എനി ലൈൻ അലോങ് വിച്ച് ആർ ലൈസ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ അതായത് വെക്ടർ ഫോമിലാണ്, ഇപ്പോൾ ആറിന്റെ മുകളിൽ ആരോ ഉദ്ദേശിക്കുന്നത് വെക്ടർ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ പൊസിഷൻ ഓഫ് ഓബ്ജക്ട്സ് ഒക്കെ റിലേറ്റ് ചെയ്യുന്നത് വെക്ടേഴ്സ് ബേസ് ചെയ്തിട്ടും പിന്നെ അത് മാത്രമല്ല നമ്മൾ കാർട്ടീഷ്യൻ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കാർട്ടീഷ്യൻ ആൻഡ് വെക്ടർ രണ്ട് ഫോംസിലും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് എ നോൺ സീറോ vector R forms angles alpha, beta, gamma with positive direction of axis. അപ്പോൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ആക്സിസ് ഉണ്ട്, XYZ അല്ലെ. അപ്പൊ ഈ XYZ ന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ ഒരു നോൺ സീറോ വെക്ടർ R എന്ന് പറയുന്നത് ആംഗിൾസ് മേക്ക് ചെയ്യാണ്. ആംഗിൾസ് എന്ന് പറയുന്നത് ജനറലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ, ബീറ്റ, ഗാമയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫ, ബീറ്റ, ഗാമ ആർ കോൾഡ് ദ ഡയറക്ഷൻ ആംഗിൾസ് ഓഫ് R. ഇപ്പൊ ഈ പറഞ്ഞ പൊസിഷൻ വെക്ടർ R ഇല്ലേ, ആ നോൺ സീറോ വെക്ടർ R-ന്റെ ഡയറക്ഷൻ ആംഗിൾസ് ആണ് ആൽഫ, ബീറ്റ, ഗാമ. അതുപോലെ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്ന് പറയുന്നത് എന്താ? ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് R ആണ്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് ഒരു നോൺ സീറോ വെക്ടർ R എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് മേക്സ് ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻസ് ഓഫ് XYZ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആൽഫ, ബീറ്റ, ഗാമ ആംഗിൾസ് അല്ലേ, അതിനെയാണ് ഡയറക്ഷൻ ആംഗിൾസ് ഓഫ് R എന്ന് പറയുന്നത്. ആ വെക്ടർ R-ന്റെ ഡയറക്ഷൻ ആംഗിൾസ് ഏതൊക്കെയാ? ആൽഫ, ബീറ്റ, ഗാമ. അതുപോലെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് എന്താ? കൊസൈൻ ഓഫ് ദീസ് ആംഗിൾസ്, അതായത് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, അതാണ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് R. Next, direction ratios. Any three numbers proportional to direction cosines of a vector is called direction ratios. Clear ആയല്ലോ? അപ്പോൾ ഇത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡയറക്ഷൻ കൊസൈൻസ്. ഇപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് എന്താ? ഏതെങ്കിലും 3 നമ്പേഴ്സ് ആയിരിക്കും. ആ നമ്പേഴ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു ഡയറക്ഷൻ കൊസൈൻസ് ആയിരിക്കും. ഇപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയാണ്. അപ്പൊ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും 3 നമ്പേഴ്സ് ആയിരിക്കും എന്ത്? ഡയറക്ഷൻ റേഷ്യോസ്. നെക്സ്റ്റ് നമ്മൾ ജനറൽ നൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നത് ഇഫ് R is equal to xi plus yj plus zk. ഇപ്പൊ R എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ ബേസിക്കലി ഇതേപോലെ വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് xi, yj, zk. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ijk എന്ന് പറയുന്നത് എന്താ? യൂണിറ്റ് വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു XYZ ഡയറക്ഷൻസ് ആണെന്ന് അറിയാം. അത് മാത്രമല്ല ഐയുടെ കോർഡിനേറ്റ് ആണ് x എന്ന് പറയുന്നത്. അതുപോലെ y എന്ന് പറയുന്നത് j ക്ക് കറസ്പോണ്ടിങ്, z എന്ന് പറയുന്നത് k ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്. Then XYZ are direction ratios.
അപ്പോൾ നമ്മളിപ്പോൾ r is equal to xi plus yj plus zk ആണെങ്കിൽ ഈ പറയുന്ന കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ഉണ്ട് x y z അതാണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ ഡയറക്ഷൻ കൊസൈൻസ് അപ്പോൾ എങ്ങനെയായിരിക്കും? x divided by magnitude of r, അതുപോലെ y divided by magnitude of r, similarly z divided by magnitude of r. Next, if LMN represent the direction cosines of a line, അതായത് LMN എന്ന് പറയുന്നത് നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നതാണ് ഡയറക്ഷൻ കൊസൈൻസ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ LMN തമ്മിലുള്ള റിലേഷൻ എന്താ? സ്ക്വയർ, അതായത് സം ഓഫ് സ്ക്വയർസ് ഓഫ് ഈച്ച് ടേം എന്ന് പറയുന്നത് 1 ആയിരിക്കും. L square plus m square plus n square will be is equal to 1. Next, direction ratios of line passing through 2 points. ഇപ്പോൾ ഒരു ലൈൻ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ബി P and Q. അതായത് Pയുടെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആണ് x1 y1 z1, അതുപോലെ Qയുടെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് x2 y2 z2. ഈ 2 പോയിന്റ്സിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ കറസ്പോണ്ടിങ് ഡയറക്ഷൻ റേഷ്യോസ് എന്തായിരിക്കും? x2 minus x1, y2 minus y1, z2 minus z1. Clear ആയല്ലോ? Corresponding x terms ഇല്ല, അപ്പോൾ അതിന്റെ ഡിഫറൻസ് x2 minus x1, y2 minus y1, z2 minus z1. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ് വരാം. സിമിലർലി ഡയറക്ഷൻ കൊസൈൻസ് എന്തായിരിക്കും വരാം? x2 minus x1 divided by pq. അപ്പോൾ നമ്മൾ ഇവിടെ r is equal to xi plus yj plus zk യിൽ പറഞ്ഞില്ലേ, അതായത് x y z ആണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല x by r, y by r, ഇത് വെറും r അല്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് r, then z by magnitude of r, അതാണ് ഡയറക്ഷൻ കൊസൈൻസ് പറഞ്ഞു. അതുപോലെ തന്നെയാണ് x2 minus x1 divided by pq. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 പോയിന്റ്സ് ആയതുകൊണ്ട് നമ്മൾ ആ ഡിഫറൻസ് എടുക്കണം. x2 minus x1 എടുക്കണം, അതുപോലെ y2 minus y1, z2 minus z1 divided by pq. ഈ pq എന്ന് പറയുന്നത് എന്താ? ലൈൻ ജോയിനിങ് ദ 2 പോയിന്റ്സ് p and q. അപ്പോൾ അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം അല്ലേ? അതായത് സ്ക്വയർ റൂട്ട് ഓഫ് x2 minus x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 minus y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 minus z1 ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് pqന്റെ വാല്യൂ കിട്ടും. x2 minus x1 by pq ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. നെക്സ്റ്റ്, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് പാസിംഗ് ത്രൂ എ പോയിന്റ് പറഞ്ഞു, പിന്നെ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ് പറഞ്ഞു. ഇനി നമ്മൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ പറഞ്ഞ എക്സ് വൈ സെഡ് 3 ആക്സസും കൂടി കൺസിഡറേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർട്ടീഷ്യൻ ഇക്വേഷനും വെക്റ്റർ ഇക്വേഷനും ഈ 2 ഫോംസിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. So first of all, equation of a line in Cartesian form നമുക്ക് നോക്കാം. അപ്പോൾ equation of a line passing through a point x1, y1, z1 and parallel to the line with direction ratios a, b, c. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലൈൻ passing through the point x1, y1, z1 and it is parallel to a line having direction ratios a, b, c. അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് സച്ച് എ ലൈൻ എന്താ? x minus x1 by a is equal to y minus y1 by b is equal to z minus z1 by c. Clear ആയല്ലോ? x minus x1 by a is equal to y minus y1 by b is equal to z minus z1 by c. ഇതാണ് കാർട്ടീഷ്യൻ ഫോർമുല. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വെക്റ്റർ ഫോർമുല നമുക്ക് ആ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ്. ഇവിടെ നമ്മളൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പൊസിഷൻ വെക്റ്റർ a ആണ് എടുക്കുന്നത് ആൻഡ് പാരലൽ ടു എ വെക്റ്റർ, അതായത് വെക്റ്റർ ദാറ്റ് ഇസ് b. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ലൈനിന്റെ വെക്റ്റർ ഇക്വേഷൻ എന്താ? r is equal to a plus lambda into b. ഏത് ലൈനാണ് പാരലൽ, ഓക്കെ, അതിന് കറസ്പോണ്ടിങ് നമ്മളൊരു പാരാമീറ്റർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും, ലാംഡ. ആ ലാംഡ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ബിലോങ്സ് ടു r. ഓക്കെ, r എന്ന് പറയുന്നത് റിയൽ നമ്പർ, അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു r. ഇറ്റ് ഈസ് ജസ്റ്റ് എ പാരാമീറ്റർ. അപ്പോൾ r is equal to എന്താണ്? a plus lambda into b. ഓക്കെ, a plus lambda into b. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ ഫോം ആൻഡ് വെക്റ്റർ ഫോം രണ്ടിലും ഈ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ് റെപ്രസെന്റ് ചെയ്തു. നെക്സ്റ്റ്, ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിന്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പാസിംഗ് ത്രൂ എ പോയിന്റും പാരലൽ ടു വേറെ ലൈൻ ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതും എഗെയിൻ കാർട്ടീഷ്യൻ ആൻഡ് വെക്റ്റർ ഫോംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ കാർട്ടീഷ്യൻ ഫോമിൽ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 2 പോയിന്റ്സ് ഉണ്ട് പറഞ്ഞു. സോ ലെറ്റ് ഇറ്റ് ബി എ ആൻഡ് ബി. അപ്പോൾ എ എന്ന് പറയുന്നത് x1, y1, z1 ഉം ബി എന്ന് പറയുന്നത് x2, y2, z2. അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ ആൻഡ് ബി എന്താ? x minus x1 by x2 minus x1 is equal to y minus y1 by z
sorry y2 minus y1 is equal to z minus z1 by z2 minus z1. അപ്പോൾ 3 coordinates ഉണ്ട് x, y, z. സോ 2 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ലൈൻ ഈ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വെക്റ്റർ ഫോമിൽ ഇതേ ഒരു ലൈനിന്റെ എങ്ങനെയാണ് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ പൊസിഷൻ വെക്ടേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എയും ബിയും അല്ലെ. ഇപ്പോൾ ഒരു വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 points with position vectors a and b. അപ്പോൾ എയും ബിയും 2 പൊസിഷൻ വെക്ടേഴ്സ് ആണ്. ഈ 2 പൊസിഷൻ വെക്ടേഴ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിന്റെ വെക്റ്റർ ഇക്വേഷൻ എന്തായിരിക്കും? r is equal to a plus lambda into b minus a. Okay, r is equal to a plus lambda into b minus a. Next, collinearity of 3 points. അതായത് 3 പോയിന്റ്സ് കൊളീനിയർ ആണിത്. കൊളീനിയർ ആണെന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? കൊളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരേ ലൈനിലായിരിക്കും 3 പോയിന്റ്സ് ഉള്ളത് അല്ലെ. സോ ഓൾ ദ 3 പോയിന്റ്സ് ലൈ ഓൺ ദ സെയിം ലൈൻ, അങ്ങനെയാണ് കൊളീനിയർ എന്ന് പറയാം. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി എ, ബി ആൻഡ് സി. ഇപ്പോൾ 3 പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. എ x1 y1 z1, ബി x2 y2 z2. സിമിലർലി സി എന്ന് പറയുന്നത് x3 y3 z3. അപ്പോൾ ഈ 3 പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. അത് ഈ 3 പോയിന്റ്സും കൊളീനിയർ ആണെന്ന് എപ്പോഴാണ് പറയാം? If the relation അതായത് x1 minus x2 by x2 minus x3 is equal to y1 minus y2 by y2 minus y3 is equal to z1 minus z2 by z2 minus z3. അപ്പോൾ ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും a, b, c all the 3 points are said to be collinear. Next, angle between two lines. 2 ലൈൻസും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ അഗെയിൻ നമുക്ക് കാർട്ടീഷ്യൻ ഫോർമുല ആദ്യം നോക്കാം. അതായത് if theta is the angle between the lines, അപ്പോൾ നമുക്ക് സപ്പോസ് ജനറലി നമ്മൾ L1 L2 2 ലൈൻസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഡിനോട്ട് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് L1 ഒരു ലൈൻ, L2 എന്ന് പറഞ്ഞാൽ അതർ ലൈൻ ആണ്. അപ്പോൾ ഈ 2 ലൈൻസ് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അത് തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെന്ന് കൺസിഡർ ചെയ്യാം. ദെൻ if theta is the angle between the lines, ഒരു ലൈൻ എന്ന് പറയുന്നത് x minus x1 by a1 is equal to y minus y1 by b1 is equal to z minus z1 by c1. Let it be L1. Okay, അതേപോലെ L2 എന്ന് പറയുന്നത് corresponding Cartesian equation ആണ്. x minus x2 by a2 is equal to y minus y2 by b2 is equal to z minus z2 by c2. ഈ 2 ലൈൻസ് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന്റെ ഫോർമുലയാണ് cos theta is equal to magnitude of അല്ലെങ്കിൽ modulus of a1 a2 plus b1 b2 plus c1 c2 divided by root of a1 square plus b1 square plus c1 square into root of a2 square plus b2 square plus c2 square. ഇതാണ് ഫോർമുല. തീറ്റ എന്ന് പറയുന്നത് L1 and L2 തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പോൾ cos of that angle എന്ന് പറയുന്നത് modulus of a1 a2 plus b1 b2 plus c1 c2 divided by square root of corresponding squares of terms. അതായത് ആ corresponding നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ a b c ടേംസ് എടുത്തല്ലോ ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ a1 square plus b1 square plus c1 square into square root of a2 square plus b2 square plus c2 square. അപ്പോൾ ഒരു ലൈനിന്റെ പ്രോഡക്റ്റ് പിന്നെ അതർ ലൈനിന്റെ. ഓക്കെ, അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ ഒരു റിലേഷൻഷിപ്പും കൂടി ഉണ്ട്. ഓക്കെ, അതായത് കോസ് തീറ്റ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ സൈൻ തീറ്റനെയും ഇതേപോലെ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് a1 b2 minus a2 b1 ഹോൾ സ്ക്വയർ plus b1 c2 minus b2 c1 whole square plus c1 a2 minus c2 a1 whole square whole divided by square root of a same term, denominator term same തന്നെയാണ്, square root of a1 square plus b1 square plus c1 square into square root of a2 square plus b2 square plus c2 square. Okay, അപ്പോൾ cos theta മെയിൻ ആയിട്ട് പഠിച്ചു വെക്കുക, ഇത് ഓപ്ഷണൽ ആയിട്ട് sin theta ജസ്റ്റ് അറിഞ്ഞു വെക്കുക. Okay, also angle between two lines. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ഇൻ ടേംസ് ഓഫ് ഡയറക്ഷൻ റേഷ്യോസ് L1 M1 N1 ഓക്കെ അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് വിത്ത് ഡയറക്ഷൻ റേഷ്യോസ് L1 M1 N1 ഉം L2 M2 N2. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ് 2 ലൈൻസിന്റെ. അങ്ങനെയെങ്കിൽ cos തീറ്റ എന്ന് പറയുന്നത് എന്താ? L1 into L2 plus M1 into M2 plus N1 into N2. ഓക്കെ, അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഡയറക്ഷൻ റേഷ്യോസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ആംഗിൾ കണ്ടുപിടിക്കാം. cos theta is equal to L1 L2 plus M1 M2 plus N1 N2. Again similarly sin theta ക്ക് ഒരു ഫോർമുലയുണ്ട്, square root of M1 N2 minus M2 N1 whole square plus N1 L2 minus M2 L1 whole square plus L1 M2 minus L2 M1 whole square. നെക്സ്റ്റ് വെക്റ്റർ ഫോമിൽ എങ്ങനെയാണ് ഈ ആംഗിൾ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അതായത് 2 ലൈൻസ് L1 L2 നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ L1 കറസ്പോണ്ടിങ് വെക്റ്റർ ആണ് R is equal to A1 plus lambda B1. ഓക്കെ, അതുപോലെ L2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ ഇക്വേഷൻ ആണ് A2 plus mu into B2.
Now this is given by cos theta is equal to modulus of b1 dot b2 divided by magnitude of b1 into magnitude of b2. Clear ആയല്ലോ? അതായത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് b1 and b2 ആണ് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ്സിന്റെ പ്രോഡക്റ്റ് ആണ്. എന്നിട്ട് ഇതിന്റെ മോഡുലസ് വാല്യൂ ആണ് കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് കണ്ടീഷൻ ഓഫ് പാരലലിസം ആൻഡ് പെർപെൻഡിക്കുലാരിറ്റി. അതായത് രണ്ട് ലൈൻസ് എപ്പോഴാണ് പാരലൽ എപ്പോഴാണ് പെർപെൻഡിക്കുലർ, അതിലുള്ള കണ്ടീഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ പാരലൽ കേസ് നോക്കാം. Two lines are said to be parallel when in vector form dot product of b1 and b2. അതായത് രണ്ട് ലൈൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടേഴ്സ് b1 dot b2 അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് is equal to magnitude of b1 into magnitude of b2. അപ്പോൾ സപ്പോസ് ഈ രണ്ട് ലൈൻസിന്റെ നമുക്ക് കറസ്പോണ്ടിങ് വെക്ടേഴ്സ് അതായത് b1 ഉം b2 അതിന്റെ കറസ്പോണ്ടിങ് വെക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ലൈൻസും L1 and L2 എന്താണ് പാരലൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അത് വെക്റ്റർ ഫോമിലാണ്. ഇനി കാർട്ടീഷ്യൻ ഫോമിൽ അത് പാരലൽ ആണെന്ന് പറയണമെങ്കിൽ it should satisfy the relation a1 by a2 is equal to b1 by b2 is equal to c1 by c2. ക്ലിയർ ആയല്ലോ? ഇത് കാർട്ടീഷ്യൻ ഫോമില a1 by a2 is equal to b1 by b2 is equal to c1 by c2. അല്ലെങ്കിൽ ഡയറക്ഷൻ കൊസൈൻ ഫോമിലാണെങ്കിൽ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? l1 by l2 is equal to m1 by m2 is equal to n1 by n2. അപ്പോൾ മൂന്ന് കേസസ് നമ്മൾ പറഞ്ഞു. വെക്റ്റർ ഫോമിൽ പറഞ്ഞു, കാർട്ടീഷ്യൻ ഫോമിലും പറഞ്ഞു, ഡയറക്ഷൻ കൊസൈൻ ഫോമിലും പറഞ്ഞു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇതുപോലെ satisfied ആണെങ്കിൽ that means both the lines are parallel. Next, two lines perpendicular ആണെന്ന് പറയണമെങ്കിൽ വെക്റ്റർ ഫോമിൽ if the dot product of b1 and b2 is 0 then the two lines are perpendicular, or in Cartesian form a1 a2 plus b1 b2 plus c1 c2 equal to 0 അങ്ങനെയാണെങ്കിലും two lines perpendicular ആണ്. അല്ലെങ്കിൽ ഡയറക്ഷൻ കൊസൈൻ ഫോമിലാണെങ്കിലോ l1 l2 plus m1 m2 plus n1 n2 is equal to 0. ഓക്കെ. അപ്പോൾ ഈ മൂന്ന് കേസസിലും ഇതുപോലെ ഏതെങ്കിലും ഒരു കേസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ that means both the lines are perpendicular. Next case, shortest distance between two lines. അത് നെക്സ്റ്റ് ടോപ്പിക് ആണ്. രണ്ട് ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ് ആദ്യം നോക്കാം. അതായത് രണ്ട് സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത സ്ക്യൂ ലൈൻസിന്റെ? അതായത് ലൈൻസ് വിച്ച് ആർ നെയ്തർ പാരലൽ നോർ ഇന്റർസെക്റ്റിംഗ്, അതിനെയാണ് ഈ സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. ആ ലൈൻസ് ഒരിക്കലും ഇന്റർസെക്റ്റും ചെയ്യില്ല, പക്ഷെ പാരലലും അല്ല. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ആ ലൈൻസിനെ സ്പെസിഫിക് ആയിട്ട് സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ രണ്ട് ലൈൻസ് കാണിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് L1 ഉം L2 ഉം. ഓക്കെ. ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇപ്പൊ TS ഉം QP ഉം വരച്ചിട്ടുണ്ട്. സോ TS ഉം QP ആണ് രണ്ട് ലൈൻസ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും? ലൈൻ സെഗ്മെന്റ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ ലൈൻസ്. ഇപ്പൊ ഇവിടെ QP എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് രണ്ട് സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നത് ശരിക്കും ഏതായിരിക്കും? ലൈൻ സെഗ്മെന്റ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ ലൈൻസ്. രണ്ട് ലൈൻസിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ് ഇല്ലേ, അപ്പൊ അതിന്റെ അതായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വരെ. അപ്പൊ അത് നമ്മൾ ഇതേപോലെ വെക്റ്റർ ഫോമിലും കാർട്ടീഷ്യൻ ഫോമിലും റെപ്രസെന്റ് ചെയ്യാം. വെക്റ്റർ ഫോമിൽ ലൈൻസ് എന്ന് പറയുന്നത് ഇതേപോലെ L1 എന്ന് പറയുന്നത് r is equal to a1 plus lambda b1, അതുപോലെ L2 എന്ന് പറയുന്നത് r is equal to a2 plus lambda b2. then shortest distance ന്റെ ഫോർമുല എന്താ? modulus of b1 cross b2 dot a2 minus a1 divided by magnitude of b1 cross b2. okay, shortest distance എന്ന് പറയുന്നത് എന്താ? modulus of b1 cross b2 dot a2 minus a1 divided by modulus magnitude of b1 cross b2. നെക്സ്റ്റ് കാർട്ടീഷ്യൻ ഫോമിൽ നമ്മൾ ഇപ്പോൾ ലൈൻസ് എന്ന് പറയുന്നത് L1 എന്ന് പറയുന്നത് x മൈനസ് x1 ബൈ a1. ഈ a1 b1 c1 എന്ന് പറയുന്നത് L1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ഷൻ റേഷ്യോസ് ആണ്. അതേപോലെ L2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ഷൻ റേഷ്യോസ് ആണ് a2 b2 c2 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ L M N എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. സോ ബി ഫെമിലിയർ വിത്ത് ദീസ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഷോർട്ട് ഫോംസ് എല്ലാം ഫെമിലിയർ ആയിട്ടിരിക്കുക, കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പൊ ഇവിടെ x മൈനസ് x1 ബൈ a1 is equal to y മൈനസ് y1 ബൈ b1 is equal to z മൈനസ് z1 ബൈ c1. ഇത് L1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ, കാർട്ടീഷ്യൻ ഇക്വേഷൻ. അതേപോലെ L2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് x മൈനസ് x2 ബൈ a2 is equal to y മൈനസ് y2 ബൈ b2 is equal to z മൈനസ് z2 ബൈ c2. ഇനി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക കാർട്ടീഷ്യൻ ഫോമിൽ? അതായത് ഫസ്റ്റ് ഓഫ് ഓൾ
modulus of ഇതേപോലെ നമ്മൾ determinant value of x2 minus x1, y2 minus y1, z2 minus z1. അതാണ് first row. Second row a1, b1, c1 and third row എന്ന് പറയുന്നത് a2, b2, c2. Clear ആയോ? ഇനി divided by square root of b1 c2 minus b2 c1 whole square plus c1 a2 minus c2 a1 whole square plus a1 b2 minus a2 b1 whole square. Okay, ഇതാണ് shortest distance in Cartesian form കണ്ടുപിടിക്കാനുള്ള formula. Next topic ആണ് distance between parallel lines. അതായത് രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അതായത് L1 and L2. ഇപ്പോൾ L1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ആണ് R is equal to A1 plus lambda into B. അതുപോലെ L2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ഇക്വേഷൻ ആണ് R is equal to A2 plus mu into B. ഇവിടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന B സെയിം തന്നെയാണ്, കാരണം അതിന്റെ ജസ്റ്റ് ആ മൾട്ടിപ്പിൾ മാത്രം ഡിഫറെന്റ് ആണ് ലാംഡ ആൻഡ് mu, കാരണം രണ്ടും പാരലൽ ആണ്. ഓക്കെ, then the distance between them. അപ്പോൾ ഈ രണ്ട് ലൈൻസ് നമ്മൾ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? D is equal to modulus of B cross A2 minus A1 divided by magnitude of B. അതായത് modulus of B cross A2 minus A1 divided by magnitude of B. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അത് കോപ്ലാനാർ കൂടിയ ആയിരിക്കും. അതായത് കൊളീനിയർ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, അതായത് പോയിന്റ്സ് ലൈങ് ഓൺ ദ സെയിം ലൈൻ. അതുപോലെ കോപ്ലാനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക ഈ ലൈൻസ്. ഇപ്പോൾ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും രണ്ട് ലൈൻസും സെയിം പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ടു ലൈൻസ് ആർ പാരലൽ then they are coplanar also. Okay, thank you.